കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് വ്യാഴം 4ഉം 7ഉം ഭാവാധിപതിയാണ്. മെയ് 14 വ്യാഴം ഭാഗ്യസ്ഥാനത്തു നിന്നും കർമ്മസ്ഥാനമായ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ എന്തായിരിക്കും കന്നിരാശിക്കാർക്ക് ഫലങ്ങളെന്ന് നോക്കാം. കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ രാശിയുടെ 2, 4, 6 ഭാവങ്ങളിലാണ്. ഈ ഭാവങ്ങളെല്ലാം ആക്ടിവേറ്റ് ആവുന്നതാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. കുടുംബത്തിൽ നിലനിന്നിരുന്ന അലോസരങ്ങൾ മാറും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. ധനവരവുണ്ടാകും. നിങ്ങളുടെ വാക്കിന് ഒരു വിലയുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ജോലിയിൽ ഒരു മാറ്റവും ധനനേട്ടവും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ കന്നിരാശിക്കാർ പല വിധത്തിലുള്ള മാനസിക പ്രയാസം നേരിട്ട് കൊണ്ടിരുന്നവരായിരിക്കും. എന്നാൽ ആ ദുഃഖം മാറും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും. നിങ്ങളുടെ മാതാവിന് എന്തെങ്കിലും രീതിയിലുള്ള രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറുന്നതാണ്. ചിലർക്ക് വീടുമാറ്റമുണ്ടാകും. മറ്റു ചിലർ വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ ശ്രമിക്കുന്നതാണ്. അതിനുള്ള അവസരം അവർക്ക് ഒത്തുവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും. ആഗ്രഹിച്ച കലാലയങ്ങളിൽ ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കും. നിങ്ങൾക്ക് രോഗം ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ വിദഗ്ധ ചികിത്സയിലൂടെ ഭേദമാകും. നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ശത്രുക്കൾ ഒഴിഞ്ഞു മാറും. കേസ് വഴക്കുകൾ രമ്യതയിലെത്തും. ചിലരുടെ ദീർഘകാലമായി നിലനിന്നിരുന്ന കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വഴി ഒത്തുതീർക്കാൻ കഴിയും. കടമുള്ളവർക്ക് അവ പൂർണ്ണമായും അടച്ചു തീർക്കാൻ കഴിയും. പുതിയ ലോണിന് ശ്രമിച്ചാൽ അവ ലഭിക്കുന്നതാണ്. പൊതുവെ കന്നിരാശിക്കാർക്ക് ജോലി മാറ്റമുണ്ടാകും. തൊഴിലിൽ ചിലർക്ക് മുന്നേറ്റമുണ്ടാകും. എന്നാലും മറ്റു ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതൊക്കെ നിങ്ങളുടെ ജനനകാല ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഭക്തിയിലും ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും. അറിവും ജ്ഞാനവും വർദ്ധിക്കും. ഇനി നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ തീരുമാനമെടുക്കാൻ സാധിക്കും. ദമ്പതിമാർ പരസ്പരം വിശ്വാസമർപ്പിച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം.